ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വെറൈറ്റി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. ഇതുപോലൊരു മെറ്റൽ ബോയ് എടുത്തിട്ടുണ്ട്, സിൽവർ കളറ്. പിന്നെ ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 4mm ഗിയർ വയർ എടുത്തിട്ടുണ്ട്, വൈറ്റ് ബീഡ്സ്, അതുപോലെ ഒരു ബ്ലൂ കളറിലുള്ള ബീഡ്സ് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ കമ്പി കുറച്ചധികം നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കി ഒപ്പം പിടിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. രണ്ടാക്കി ഫോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ വൈറ്റ് ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഒരു 5 ബീഡ്സ് ഇതിലേക്ക് ആദ്യം കോർത്ത് കൊടുക്കാം. കണ്ടോ, 5 ബീഡ്സ് കോർത്ത് കൊടുത്തു. അതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അറ്റത്തുള്ള ഒരു ബീഡ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ അറ്റത്തുള്ള കമ്പി എടുത്തിട്ട് കോർത്ത് ഇതുപോലെ, കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് കോർത്തിട്ട് രണ്ടറ്റവും കൂടി ഒപ്പം പിടിക്കുക. കമ്പിയുടെ രണ്ടറ്റവും ഒപ്പം പിടിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് അവിടെ കോർത്ത് വയ്ക്കുക. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. 5 ബീഡ്സ് എടുക്കുക, കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വിരൽ വെച്ചിട്ട് നഖം വെച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക. അവിടെ ഗ്യാപ്പ് വരാതെ ജസ്റ്റ് ഒന്ന് പിരിച്ച് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ആ ഫ്ലവർ ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ പിരിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. അടുത്തത് ഒരു കമ്പിയിൽ 2 ബീഡും അടുത്ത കമ്പിയിൽ 3 ബീഡും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ബീഡ് ഇട്ടിരിക്കുന്ന കമ്പിയിൽ നിന്ന് ഒരു ബീഡിനെ മുന്നോട്ട് എടുക്കുക. എന്നിട്ട് അടുത്ത കമ്പി എടുത്തിട്ട്, അതായത് 2 ബീഡ് ഇട്ടിരിക്കുന്ന കമ്പി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ആദ്യം കോർത്തെടുത്തില്ലേ, അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ആ എണ്ണത്തിൽ വ്യത്യാസം മാറിപ്പോകരുത്. അപ്പോൾ നമുക്ക് കമ്പി കോർത്ത് വരുമ്പോൾ അതൊരു സൈഡിലേക്കായി പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് നീളത്തിൽ മെടഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ബീഡ്സിലെ ഓരോ കമ്പിയിൽ ഇടുന്ന ബീഡ്സിൻ്റെ എണ്ണം കറക്റ്റ് ഇതുപോലെ നോക്കി ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇനി മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ടൈറ്റ് ആക്കി പിടിച്ചു, എന്നിട്ട് നഖം കൊണ്ട് ഒന്ന് ഇറുക്കി പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ, ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലൂസായിട്ട് മുത്തുകൾക്കിടയിൽ ഗ്യാപ്പ് ഒരു കമ്പി പുറത്ത് കാണും, അപ്പോൾ അത് വൃത്തികേടായിരിക്കും. ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ വീണ്ടും ഒരു കമ്പിയിൽ 3 ബീഡ്, ഒരു കമ്പിയിൽ 2 ബീഡ്, 3 എണ്ണം ഉള്ളത് ഈ ഒരെണ്ണം മുന്നോട്ടെടുത്തു. അടുത്ത 2 ബീഡ് ഇട്ടിരിക്കുന്ന കമ്പിയുടെ അറ്റം എടുത്തിട്ട് ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുത്തിട്ട് അത് ടൈറ്റാക്കി എടുത്ത് ഒരു ഫ്ലവർ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവരൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ കാണുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. കാണുന്ന കൂട്ടത്തിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് എൻഡിൽ വരെ ഇതുപോലെ മെടഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റാക്കി പിരിക്കാൻ മറന്നു പോകരുത്. പിരിച്ചിട്ടില്ലെങ്കിൽ മുത്തുകൾ ലൂസായിട്ട് ഗ്യാപ്പ് വരും, അപ്പോൾ നല്ല വൃത്തികേടായി പോകും കേട്ടോ. നമ്മൾ മെനക്കെട്ടതൊക്കെ വെറുതെ ആയി പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണത്തിലും ടൈറ്റാക്കി പിരിക്കുന്ന കാര്യത്തിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എൻഡിൽ വരെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്രത്തോളം നീളത്തിൽ നമുക്ക് ഹെയർ ബാൻഡിൽ വെക്കാൻ വേണം അത്രയും നീളത്തിൽ മുത്ത് ഇതുപോലെ കോർത്തെടുക്കുക. അപ്പോൾ ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ വൈറ്റും ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡ്രസ്സിന് മാച്ചായിട്ടൊക്കെ അറ്റത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പിരിച്ചെടുത്തു. എന്നിട്ട് ഹെയർ ബാൻഡിൽ വെച്ച് നോക്കുമ്പോൾ കണ്ടോ, ഒരു ഏകദേശം ഞാൻ ഇത്രയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ, നീളം കൂടുതൽ എടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ അറ്റത്തുള്ള കമ്പികൾ ബാക്കിയുള്ളത് കോർത്ത് അറ്റം സെറ്റാക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ മുത്തിൻ്റെ ഉള്ളിലേക്ക് കോർത്തിട്ട് അത് വലിച്ച് സെറ്റാക്കി എടുക്കണം. ഇതുപോലെ 2 മുത്തിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കമ്പി പിരിഞ്ഞു പോകാതെ നേരെ തന്നെ വെച്ചിട്ട് പതുക്കെ പതുക്കെ വലിച്ച് ഉള്ളിലോട്ട് എടുത്തിട്ട് ടൈറ്റാക്കി വെക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടത് വലിച്ച് ടൈറ്റാക്കിയ അപ്പോൾ ആ അറ്റം സെറ്റായി. അപ്പോൾ നമ്മൾ അറ്റത്ത് പിരിച്ചു വെച്ചിട്ട് കറക്റ്റായിട്ട് അവിടെ വെച്ച് കണ്ടിച്ചാൽ അവിടെ മാത്രം ഒന്ന് എഴുതി നിൽക്കത്തില്ലേ, അപ്പോൾ അത് വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ്. അടുത്തതും അതുപോലെ തന്നെ ഓരോ മുത്തിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുത്തിട്ട് അതൊന്ന് അറ്റം സെറ്റാക്കി എടുക്കുക. അത് കമ്പി ചെരിഞ്ഞു പോയാൽ പിന്നെ അവിടെ ഒരു ഉണ്ടയായിട്ട് വന്നിട്ട് പിന്നെ മുത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതെ വരും. അപ്പോൾ അതൊന്ന് പിരിഞ്ഞു പോകാതെ നേരെ നേരെ വെച്ച് കൊടുത്തിട്ട് വലിക്കുക കേട്ടോ, അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായി പോകും. പിന്നെ അത് തിരിച്ചിട്ട് നമുക്ക് നിവർത്തിയെടുക്കാൻ പറ്റത്തില്ലാണ്ട് വരും. നമ്മൾ കമ്പി നൂലൊക്കെ കെട്ട് വീഴുന്ന പോലെ ആയിപ്പോകും കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്.
അടുത്ത ആ ഉള്ളിലോട്ടുള്ള ഒരു ബീഡിൻ്റെ ഉള്ളിൽ കൂടി കോർത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാ ലാസ്റ്റത്തെ ആ ഒരു മുത്തുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടി കോർത്തെടുക്കുകയാണ്. കമ്പിയൊക്കെ നേരെ വെച്ച് കൊടുത്തിട്ട് പതുക്കെ ക്ഷമയോടെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. തിരക്ക് പിടിച്ച് ക്ഷമയില്ലാതെ ദേഷ്യം പിടിച്ചൊക്കെ ചെയ്താൽ വൃത്തികേടായി പോകും കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നോക്കി നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടുള്ള ഒരു ഫ്ലവർ ഫുള്ളായിട്ട് നമ്മളൊരു കമ്പിയിൽ മെടഞ്ഞെടുത്തിട്ടുണ്ട് ഹെയർ ബാൻഡിൽ വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് രണ്ടറ്റവും ഒരേ അളവിലാക്കി വെച്ച് നോക്കിയിട്ട് ഇതുപോലെ കൈ അടയാളം പിടിച്ചിട്ട് ഒരു നീളത്തിലുള്ള കമ്പി എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളിതിന് ഹെയർ ബാൻഡിലേക്ക് സെറ്റാക്കി കൊടുക്കുക, അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് ഈ കമ്പി എടുത്തിരിക്കുന്നത്. അപ്പോൾ അറ്റം കറക്റ്റ് നോക്കുക, എവിടെയാണ് രണ്ടറ്റത്തും ഒരേപോലെ മുത്ത് വരുന്ന രീതിക്ക് അതാദ്യം വെച്ച് സെറ്റാക്കി വെച്ചിട്ട് കൈ കൊണ്ട് അടയാളം പിടിച്ചിട്ട് അവിടെ ചുറ്റാൻ തുടങ്ങുക കേട്ടോ. അല്ലെങ്കിൽ ഒരു വശത്ത് കയറി ഒരു വശത്ത് ഇറങ്ങിയിരിക്കും. അപ്പോൾ അത് വൃത്തിയാണ്. ഇപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഈ ഫ്ലവറിൻ്റെ ആദ്യത്തെ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടി കമ്പി കോർത്തെടുത്തിട്ട് നമുക്ക് അതിനവിടെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വലിച്ച് ടൈറ്റാക്കി ചുറ്റുക. ഹെയർ ബാൻഡിലേക്ക് വലിച്ച് ടൈറ്റാക്കി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ പരമാവധി ഉള്ളിലേക്ക് ചുറ്റാൻ ശ്രദ്ധിക്കുക, പുറത്തേക്ക് ചുറ്റാതെ ആ ഫ്ലവറിനോട് ചേർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചുറ്റാൻ ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയിട്ടില്ലേ അത് അവിടെ നിന്ന് അഴിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കുറച്ചധികം ചുറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് മുഴച്ച് നിൽക്കുന്ന പോലെ ചുറ്റണ്ട. എന്നിട്ട് ഫ്ലവറിനെ ഒന്ന് ഹെയർ ബാൻഡിലേക്ക് സെൻറ്ററിലേക്ക് ആക്കി വയ്ക്കുക. സൈഡിലേക്ക് ചെരിഞ്ഞു പോകാതെ സെൻറ്ററിലേക്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ആ കമ്പിയുടെ അറ്റം വീണ്ടും ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക. ഇതുപോലെ കോർത്തെടുത്തു. എന്നിട്ട് ഇതുപോലത്തെ ബീഡ്സ് എടുക്കുക. ഏത് കളറാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കളർ എടുക്കുക. ഞാൻ ഇപ്പോൾ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അത് കൊണ്ടുവന്ന് ആ ഫ്ലവറിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് വയ്ക്കാം. കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം കൈ കൊണ്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒന്ന് അവിടെ ചുറ്റി കൊടുക്കുക കേട്ടോ. അത് ഉള്ളിലേക്ക് കോർത്തെടുത്തിട്ട് ഒന്ന് ടൈറ്റായിട്ട് ഹെയർ ബാൻഡിലേക്ക് ചുറ്റി കൊടുക്കുക. അതായത് രണ്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈറ്റായിട്ട് ചുറ്റിയിട്ടില്ലെങ്കിൽ അത് ലൂസായി പോകും. അടുത്ത വീണ്ടും ആ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് കമ്പി കോർത്തെടുത്തു. എന്നിട്ട് അതിലേക്ക് മുത്ത് കോർത്തതിന് ശേഷം അതൊന്ന് സെൻറ്ററിലേക്ക് കറക്റ്റായിട്ട് അമക്കി പിടിക്കുക. എന്നിട്ട് അടുത്ത ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ ഹെയർ ബാൻഡിലേക്ക് ചുറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് കോർത്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഹെയർ ബാൻഡിലേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് നേരെയാക്കി വെച്ചുകൊണ്ട് ടൈറ്റാക്കി ചുറ്റുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ഫ്ലവർ സൈഡിൽ ഒരു ഫ്ലവർ നേരെയായി പോയാൽ വൃത്തികേടായി പോകും. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ ഏകദേശം അറ്റത്ത് വരെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ചെയ്യാനുള്ളൂ. ഒരു 2-3 എണ്ണം കൂടിയേ ചെയ്യാനുള്ളൂ. കണ്ടോ നല്ല ഭംഗിയില്ലേ ഇപ്പം തന്നെ കാണാൻ. ഇനി ആ അരികിലുള്ളതും കൂടെ ഇതുപോലെ മുത്ത് കോർത്ത് വെച്ചു. എന്നിട്ട് ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് കമ്പി കോർത്തെടുത്തതിന് ശേഷം ഇതുപോലെ വലിച്ച് ടൈറ്റാക്കുക. നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഇത് കമ്പി ഹെയർ ബാൻഡിലേക്ക് ചുറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ വന്ന് ചോദിക്കുക കേട്ടോ. ആരും കമൻറ്റ് ഇടുന്നില്ല, ആർക്കും സംശയങ്ങളൊന്നുമില്ലേ? അപ്പോൾ എല്ലാവരും സംശയങ്ങളൊക്കെ ചോദിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മൾ അറ്റത്ത് വരെ ചുറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് പരമാവധി ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. ഇനി അവസാനം ഇതുപോലൊരു B7000 ഗ്ലൂ എടുത്തു. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ കമ്പി ഒട്ടും അവിടെ നനകത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ ബീഡ്സ് ഒരു കാരണവശാലും ഇത് പോകില്ല. കാരണം ഫുള്ളായിട്ട് നമ്മളത് കോർത്തെടുത്തേക്കാണല്ലോ. കണ്ടോ ഇതുപോലെ കുറച്ച് മുന്നിലും കുറച്ച് പുറകിലും ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത അറ്റത്തും അതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിനെ സെറ്റാക്കി. ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾ കളർ ചേഞ്ചിലൊക്കെ ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബീഡ്സിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റാ.